നാഷണൽ മീൻസ് കമ്പയർഡ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ 8ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇത് എഴുതുന്നത്. 3.5 ലക്ഷം രൂപയാണ് അതിന്റെ വരുമാന പരിധി. കുടുംബ വാർഷിക വരുമാന പരിധി അതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് ഒരു ചിത്രം വരയ്ക്കാം. ഞാൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഒരു പെൻസിലും സ്കെയിലൊക്കെ ആയിട്ട് ഒരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ചെയ്ത് തരുന്ന കാര്യങ്ങൾ തൽക്കാലം നോട്ടിലോ നോട്ട് ബുക്കിലോ എഴുതി വെച്ചിട്ട് ചില സമയത്ത് ഞാൻ നിങ്ങളെ സ്കൂളിൽ നേരിട്ട് കാണുന്ന സമയത്തൊക്കെ ആ ചോദ്യങ്ങൾ നമ്മുടെ സ്കൂളിൽ നമ്മൾ ക്ലാസ് എടുത്ത് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ മക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ആ ചോദ്യങ്ങൾക്ക് അതിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ശരി, നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. പല വർഷങ്ങളിലായിട്ട് എന്റെ മുസ്ലിം വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷേ പെട്ടെന്ന് ചാടിയിട്ട് ഉത്തരം എഴുതി തെറ്റിക്കുകയും ചെയ്യരുത്. നമുക്ക് ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കാം. നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഒരു സ്ക്വയർ വരയ്ക്കാൻ തയ്യാറായിരിക്കും. ആ സ്ക്വയറിന്റെ രൂപമൊക്കെ മാറ്റാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു. ഇനി അടുത്തത് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു കട്ട് ചെയ്യും, ഇവിടെ ഞാൻ കട്ട് ചെയ്യണം. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട് എന്നാണ് മക്കളെ ചോദ്യം. ചതുരങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. 14, 12, 10, 6. 14, 12, 10, 6. നമുക്ക് ഒന്ന് ഓൺ ചെയ്യാം എല്ലാവരെയും. കുട്ടികളുടെ പ്രതികരണം അറിയണമല്ലോ. അതിലെത്ര ചതുരങ്ങളുണ്ട് എന്നാണ് മക്കളെ എന്റെ ചോദ്യം. മറുപടി 10, 1, 2, 3, 4, 5, 6. ഏഴാമത്തത് 1, 2 നമുക്ക് എടുത്തൂടെ? അതെ, എടുക്കാം. എട്ടാമത്തത് 3, 4 എടുക്കാമല്ലോ. എടുക്കാം. അടുത്തത് 4, 5 എടുക്കാമല്ലോ. എടുക്കാം. അപ്പൊ 6, 9 ആയില്ലേ? ആ 10 വരെ എവിടെ? എങ്ങനെ? 9 എന്നായി. സമ്മതിച്ചു, 9 എണ്ണം. നമുക്ക് 12 എണ്ണം വേണം. ബാക്കി 3, 4, 5. 3, 4, 5 അത് കറക്റ്റാണ്. ആ 3, 4, 5 10ാമത്തെ ആയി. ഇനി 11ാമത്തെ വരെ 1, 2, 6. 1, 2, 6. ഓഹോ, ശരി. അതുണ്ട്. പിന്നെ സാറേ, ഇനി മൊത്തമായിട്ടുള്ളത് മൊത്തം. അതിന് മൊത്തം എന്ന് പറയാം. ഇനി ഇംഗ്ലീഷ് വാക്ക് എന്താവും? പക്ഷേ മൊത്തം ടോട്ടലി അങ്ങനെ പറയാം. പെൻസിലും സ്കെയിലും എടുത്തിട്ട് വീണ്ടും വരയ്ക്കൂ ഈ ഒരു വേറൊരു സ്ക്വയർ. ഈ സ്ക്വയറിനെ 4 തുല്യ സ്ക്വയർ ആക്കാനുള്ള ശ്രമമാണ്. 4 തുല്യ സ്ക്വയർ ആക്കാൻ വേറെ കളർ എടുക്കട്ടെ. ഞാൻ സ്കെയിലൊന്നും വെക്കാതെ വരയ്ക്കുന്നതാണ്. നിങ്ങളുടെ സ്കെയിലൊക്കെ ഉള്ളതുകൊണ്ട് തുല്യ സ്ക്വയർ ആക്കാനൊക്കെ പറ്റും. വീണ്ടും ഞാൻ അതിനെ ഇങ്ങോട്ട് ഞാൻ അവകാശപ്പെടുന്നത് തുല്യമാക്കണമെന്ന്. തുല്യമാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഈ 4 ഇവിടെ ഞാനൊരു ചെറിയ ചോദ്യം എനിക്ക് തന്നെ ചോദിക്കാം. ഇതിലെത്ര സ്ക്വയർ ഉണ്ട്? എല്ലാവർക്കും പറയാൻ പറ്റും. 5 സ്ക്വയർ ഉണ്ട്. അത് റെഡിയാണ്. അയാൾ സംഭവിച്ചു. മുഹമ്മദ് റഷാൻ, നമ്മളിനി പോകുന്നു വേറെ രൂപത്തിലേക്ക്. 1, 2. അതെന്താ അങ്ങനെ? മുഹമ്മദ് റഷാൻ, എന്റെ ചോദ്യം എന്താവും? സാർ, ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്നാണ്? തീർച്ചയായും എന്റെ ചോദ്യം അതാണ്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേർ? ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേർ? എന്താണ് മുഹമ്മദ് റഷാൻ ചോദ്യം?
How many triangles are there in the figure? എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്നാണ് മക്കളെ ആലോചിച്ച് പറഞ്ഞാൽ മതി. കാരണം ഞാൻ ഓപ്ഷൻ തരുന്നുണ്ട്, ഓപ്ഷൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വെറുതെ ചാടിക്കറി പറയണ്ട. ഓപ്ഷൻ ഇതാ തരുന്നു, ഓപ്ഷൻ നോക്കി കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. 8 ആണോ? അതല്ല, അങ്ങനെ 8 ആണോ? അതല്ല 10 ആണോ? അതല്ല 12 തന്നെയാണോ? അതല്ല 12. 12. 2, 3, 4, 5, 6, 7, 8. 14 എവിടെ? 2ഉം 5ഉം സർ. 2ഉം 5ഉം കറക്റ്റ് ആണ്. ശരി, അടുത്തത്. പിന്നെ 3ഉം 6ഉം. 3ഉം 6ഉം കറക്റ്റ് ആണ്. അടുത്തത് 2ഉം 3ഉം. 2ഉം 3ഉം കറക്റ്റ് ആണ്. അടുത്തത് പിന്നെ 5ഉം 6ഉം. പിന്നെ 5ഉം 6ഉം. ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. സാറേ ശരിയാണ്. ശരിയാണ്. അപ്പൊ അപ്പോഴത്തേക്ക് മനസ്സിലാക്കുന്ന ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ കണ്ടല്ലോ. റെക്ടാങ്കിളിന്റെ എണ്ണം ചോദിച്ചു നമുക്ക്. അതുപോലെ പിന്നെ ചോദിച്ചത് ട്രയാങ്കിൾസിന്റെ എണ്ണമാണ്. സ്ക്വയേഴ്സിന്റെ എണ്ണം കാണിക്കുന്ന ഒരു ചെറിയ ചോദ്യം തരാൻ പോവുകയാണ്. ഈ അവസാനത്തെ ഈ ചെറിയ കുഞ്ഞു സ്ക്വയറിന് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കുന്നു. മക്കളെ ചോദ്യം ഇതാണ്, ശരിക്കും ശ്രദ്ധിച്ച് പറയണം. ഇതിന് ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദേർ ഇൻ ദിസ് ഫിഗർ? ഇതിൽ എത്ര സമചതുരങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഇതിലെത്ര സമചതുരങ്ങളുണ്ട്? ആ ചോദ്യം വായിച്ചെടുക്കുക ഒന്ന് ഋഷാൻ. How many squares are there in this figure? മൈക്ക് ഓൺ ചെയ്യുന്നു. ശരിയായ ഉത്തരം പറയുന്ന കുട്ടികൾക്ക് വീഡിയോ ഓൺ ചെയ്ത് പറയാം. ഇതാ മൈക്ക് ഓൺ ആണ്. പറയും. 19. 19 അല്ല. 18. 18ഉം അല്ല. 16. 20. ഒരാള് ഒരു ഉത്തരം മാത്രം പറയും. 21. 21. ടൈപ്പ് ചെയ്തോളൂ. 200 മുഹമ്മദ് ഋഷാൻ പറഞ്ഞുണ്ടാക്കുന്നത് എവിടത്തേക്കെല്ലാം പോയി. ഒരു കാര്യം ചെയ്യാം, എല്ലാം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ആൻസർ ഞാൻ കാണുന്നതിൽ ഒന്ന് കാണുകയാണ്. യെസ്, വരട്ടെ. അതിൽ നമ്മുടെ ശരിയായ ഉത്തരം വരുന്നുണ്ടോ നോക്കണേ മുഹമ്മദ് ഋഷാൻ. സാറേ 26 വരുന്നുണ്ട്. 26 വന്നിട്ട് ആൾ പിടിക്കും. 26 പറഞ്ഞ കുട്ടിക്ക് മൈക്കോൺ ചെയ്ത് സംസാരിക്കാം. 26 പറഞ്ഞ കുട്ടി മുന്നോട്ട് വരും. ആരാധ്യ എന്റെ പേരല്ല, വേറെ കുട്ടി വരട്ടെ. ആരാധ്യ നമ്മുടെ സ്ഥിരം മെമ്പറാണ്. 26 കണ്ടുപിടിച്ച വേറെ കുട്ടി മുന്നോട്ട് പോകാം. ആരില്ല. 26 കണ്ടുപിടിച്ച ഒരു കുട്ടി. 26 ശരി. ശരി, ആരാധ്യ പറയും. 26 ശരി. വേറെ വന്നില്ല. പറയും. അഞ്ച് കിട്ടിയിട്ടുണ്ട്. 26 വേറെ ഇല്ല. അതെ, ഞാൻ തരാം. അതിനകത്ത് മൈക്ക് ഒന്ന് ക്ലിയർ ആക്കണം. സൗണ്ടിക്ക് ഭയന്നില്ല നമ്മുടെ. ശരി, 26 കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് ഞാനൊന്ന് മൈക്കിന്റെ പ്രശ്നമുണ്ട്, ഞാൻ സഹായിക്കാം. ശ്രദ്ധിക്കുക. നമുക്ക് ഒരു കാര്യം ചെയ്യാം മക്കളെ. ഈ ഒരു സ്ക്വയർ കൂടി തൽക്കാലം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചേർത്ത് വെക്കും. അപ്പൊ അവിടെ കറക്റ്റ് പറഞ്ഞു റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആയിട്ട്.
അതായത് നേരെ വരിയും നിരയും തുല്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 1, 2, 3, 4 എന്ന നമ്പർ കൊടുത്തു. താഴോട്ടും 1, 2, 3, 4 എന്ന നമ്പർ കൊടുത്തു. 4 നേരെ 4 ഇങ്ങോട്ട്. അപ്പൊ 4 × 4 16 അല്ലേ? 16 അല്ലേ? അതെ. ഈ 16 എന്നത് സ്ക്വയർ നമ്പർ അല്ലേ ഓർമ്മ? സാറേ ആണ്. അങ്ങനെയാണെങ്കിൽ 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 16 നമ്മൾ അവിടെ എഴുതുന്നു. 4 × 4 16. ശരി. പിന്നീട് നമുക്ക് 4നെ കൊണ്ടുള്ള പ്രശ്നം കഴിഞ്ഞു. 3 × 3 എഴുതുന്നു. അതും സ്ക്വയർ നമ്പർ ആണ്. 3 × 3 അത് എത്രയാണ്? 3 × 3 9. 9. പിന്നെ അടുത്ത നോക്കുന്നു 2 × 2 അടുത്താണ് 2 ആണ്. അതും സ്ക്വയർ നമ്പർ ആണ്. 2 × 2 അത് 4 ആകുന്നു. 4. അടുത്തത് ആരായിരിക്കും? 1 × 1 ആയിരിക്കും. 1. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ച സ്ക്വയർ നമ്പേഴ്സ് ആണ്. 1, 4, 9, 16. ഇതും കൂടി ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ഇതിനെ മൊത്തത്തിലൊന്ന് തുക കാണും. 16 + 9 + 4 + 1 അതെത്രയാണ്? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവിടെ 30 കിട്ടിയത് ഇതും കൂടി ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കിയത് കൊണ്ടാണല്ലോ, അല്ലേ? പക്ഷെ അതവിടെ ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ചേർത്തിട്ടാണ് നിങ്ങൾക്ക് 30 കിട്ടിയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ കിട്ടിയ 30-ൽ നിന്ന് ഒരു വരി അത് കുറയ്ക്കുക. ഒരു വരി എത്ര? 4 ആകണം. ആ 30-ൽ നിന്ന് 4 അങ്ങോട്ടങ്ങ് മൈനസ് ചെയ്യുക. 30-ൽ 4 മൈനസ് ചെയ്ത് എത്രയാണ്? 26. നമ്മുടെ ആൻസർ 26 ആണ്. മുളന്ന് പറഞ്ഞു. എന്താ സാർ? അതൊന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓക്കെ. ഈ സ്ക്വയർ ഇവിടെ ഈ ഫിഗറിൽ എത്ര സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ്? ഓരോ റോയിലും 4 സ്ക്വയർ വീതം ഉണ്ട്. അപ്പൊ ആദ്യം 4 × 4 ചെയ്തു. നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ അവിടെ വിട്ടുന്ന വരിക്ക് നമ്മൾ ഒരു സ്ക്വയർ ആയിട്ട് കൺസിഡേർഡ് ചെയ്തു. അപ്പൊ ഇത് കംപ്ലീറ്റ് സ്ക്വയർ ആയി. അപ്പൊ ഓരോരോ വരിക്കും 4, 1, 2, 3, 4 അങ്ങനെ 2 പ്രാവശ്യം വരിക്ക് പിന്നെ റോന്. അത് കഴിഞ്ഞിട്ട് 4 × 4 ചെയ്തു. അത് 16. പിന്നെ 3 × 3 ചെയ്തു 9 കിട്ടി. 2 × 2 ചെയ്തു 4 കിട്ടി. 1 × 1 ചെയ്തു 1 കിട്ടി. ഇതെല്ലാം കൂടി കൂട്ടിയപ്പോ 30 കിട്ടി. പിന്നെ എന്തിനാണ് നമ്മുടെ 4 കുറച്ചത്? ഈ 4 എവിടെ കിട്ടി? ഇത് നമ്മൾ എന്താണ് ഫസ്റ്റ് ഫിഗർ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മോളെ, കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വരയ്ക്കല. എന്നാ അവർക്ക് മനസ്സിലാവില്ല എങ്ങനെ വന്നതെന്നല്ല. നോക്കോടെ 3 വർഷമായതൊന്ന് ശ്രദ്ധിക്കണേ മോനെ. ഹലോ, പോയോ? ഇതെങ്ങനെ ഒന്ന് തെളിയിച്ചു കൊടുക്കുക. ഇത് എത്രയാണ്? ഇതിപ്പോ നമുക്ക് എന്തായാലും ഇങ്ങനെ വന്നിട്ട് ഇത് ഞാനൊരു പീസ് ഒഴിവാക്കണം. ഇങ്ങനെയാണെങ്കിൽ 3 വർഷമാണ് ഇത് ആൻസർ ഇങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറയാം. സാർ ഇത് നമുക്ക് 3 × 2 + 2 × 2 + 1 × 1 ചെയ്യാം. അങ്ങനെ ചെയ്യാം. അതനുസരിച്ച് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആദ്യം 3 × 3 ആദ്യം ചെയ്തു വെക്കാം. ഓക്കെ. അതെത്രയാണ്? 9. പിന്നെ നമുക്ക് 2 × 2 പോകാം. അതെത്രയാണ്? 4. പിന്നെ നമുക്ക് 1 × 1 പോകാം. അതെത്രയാണ്? 1. ഇതെല്ലാം കൂടി കൂട്ടിയത് 14. ശരിക്ക് ഇങ്ങനെ ഒരു പീസ് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ, ഇങ്ങനെ ഒരു പീസും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് 14 ആണല്ലോ. പക്ഷെ നമ്മളെടുത്ത് ഇങ്ങനെ ഒരു പീസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 14-ൽ നിന്ന് ആദ്യത്തെ ആ വരി നമ്മൾ കുറയ്ക്കണം. അതെത്രയാണ്?
3 14 3 മൈനസ് എത്രയാ? 11. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് 11 സ്ക്വയർ ഒക്കെ പ്രശ്നം തീർന്നില്ലേ? തീർന്നോ? ഇത് 11 സ്ക്വയർ നോക്കിയാൽ പോലെ അത് യെസ് ഓർന്നോ? യെസ്. നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 8 കിട്ടി. ബാക്കിയുള്ളത് പോലെ 8 കിട്ടി. 9ാമത്തെ ബാക്കിയുള്ള 3 കാണിക്കൂ. 9 1 2 4 5. 1 2 4 5. അടുത്തത് 3 2 5 6. അതെ 2 3 5 6 എന്ന് പറഞ്ഞൂടെ സാറ്? പെട്ടെന്ന് ഫസ്റ്റ് 2 3 5 6. അത് എഴുതി 4 5 7 8. അടുത്ത എല്ലാവർക്കും ഒന്നിച്ച് പറയുക എത്രയാണ്? ഏതാണ്? 4 5 7 6. 4 5 7 അല്ലേ? 4 5 7 8 ആണ്. അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കൗണ്ടിങ് ഫിഗേഴ്സ്. ഇനി നമ്മള് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ സ്ക്വയർ നമ്പേഴ്സ് നിങ്ങളുടെ സ്കൂളിൽ എടുത്തോ? നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന നമ്മൾ ആദ്യം അതിൽ എടുത്ത യൂണിറ്റ് നിങ്ങൾക്കറിയാം. പാരലൽ ലൈനാണ്, സമാന്തര വരകളാണ്. അതിനുശേഷം ട്രയാങ്കിളിനെ പറ്റിയും ഒക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 8th സ്റ്റാൻഡേർഡിൽ വന്ന കുട്ടികളോട് എനിക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാം എന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ ഈ നേരത്തെ എടുത്തത് മാറ്റുമായിട്ട് ബന്ധപ്പെട്ട കൗണ്ടിങ് ഫിഗേഴ്സ് ആണ്. മക്കളുടെ ഹെഡിങ് നോട്ടി വെച്ചോളൂ. കോഹോസ്റ്റ് ആക്കണം. കോഹോസ്റ്റ് ആക്കണം എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. ഞാനൊരു ബ്രേക്ക് തരും. ഞാൻ കോഹോസ്റ്റ് ആകേണ്ട കുട്ടികളൊക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. 8686171729. മുഹമ്മദ് ഷാൻ നമ്മുടെ ഗ്രൂപ്പില് ഒരു ദിവസം ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കള് നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. തൊട്ടടുത്ത ദിവസം അതിന്റെ ആൻസറും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഇനി ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ മുമ്പ് തന്നെ എന്നെ വിളിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയണം. അതൊന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എല്ലാവരും ബഹളം വെക്കുന്നതുകൊണ്ടാണ് എല്ലാവരെയും കൂടി ഒന്നിച്ച് ഞാൻ ഓൺ ചെയ്ത് 80ഓളം കുട്ടികൾ ഇതിലുണ്ട്. ആ 80 കുട്ടികൾ ഒന്നിച്ച് തുറക്കാത്തതിൽ കാരണം അതാണ്. ഒരു ഭാഗത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് മഴയുണ്ട്. ഓരോ കുട്ടികൾക്കും അത് കേൾക്കാനുള്ള അസൗകര്യം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എല്ലാവരുടെയും മൈക്ക് ഓൺ ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. എന്നാലും 5-10 കുട്ടികൾക്ക് എപ്പോഴും കോഹോസ്റ്റ് ആകാം. ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അത് ചെയ്തു തരും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയി. ഈ സാറ്റ് ആണ്, ഇപ്പൊ എടുത്തത് മാറ്റ് ആണ്. ഞാൻ നിങ്ങളെ ഓരോന്നും പരിചയപ്പെട്ട കൗണ്ടിങ് ഫിഗേഴ്സ് ആണ് ഇപ്പൊ എടുത്തത്. രൂപങ്ങളുടെ അല്ലെങ്കിൽ ഫിഗേഴ്സിന്റെ എണ്ണം. പ്രധാനമായിട്ട് ചോദിക്കാം എത്ര സ്ക്വയർ ഉണ്ടെന്ന് ചോദിക്കാം. സ്ക്വയർ സമചതുരം. എത്ര റെക്ടാങ്കിൾ എന്ന് ചോദിക്കാം, എന്ന് പറഞ്ഞാൽ ചതുരം. അതിൽ എത്ര ത്രികോണം ഉണ്ടെന്ന് ചോദിക്കാം. ഇതാണ് ഈ 3 ടൈപ്പ് ചോദ്യങ്ങളാണ് വരിക. പലപ്പോഴും ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതാവണമെന്നില്ല. പലപ്പോഴും അവരുടെ രൂപത്തിൽ വരയ്ക്കുന്ന ചില രൂപങ്ങളൊക്കെ വെച്ച് ചോദിച്ചുകൂടാന്നില്ല. അതുകൊണ്ട് മക്കൾ ഓരോന്നിനും ഓരോരോ രീതിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൗണ്ടിങ് ഫിഗേഴ്സ് എങ്ങനെ എളുപ്പത്തിൽ സ്ക്വയറിന്റെ എണ്ണം കണ്ടുപിടിക്കാം, എങ്ങനെ എളുപ്പത്തിൽ റെക്ടാങ്കിളിന്റെ എണ്ണം കണ്ടുപിടിക്കാം എന്നതാണ് അടുത്ത ക്ലാസ് ഞാൻ എടുക്കുക. അപ്പോ നിങ്ങൾ അതിന് തയ്യാറാവുമ്പോൾ ഒരു പെൻസിലും സ്കെയിലും കരുതി വെക്കുക. നോട്ട് തൽക്കാലം എഴുതിയാൽ മതി, പിന്നീട് നല്ല നോട്ട് ബുക്കിലേക്ക് മാറ്റാം. ശരി, ഇനി സാറ്റില് ഞാൻ ഇപ്പോ ഒരു ടോപ്പിക് എടുക്കുന്നത് അത് ഓർത്ത് വെച്ചോളൂ. നിങ്ങൾ 7ാം ക്ലാസ് പഠിച്ചു തന്നെയാണ്. കഴിഞ്ഞ USSC പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ എളുപ്പമായി എന്ന് വിചാരിച്ചതുകൊണ്ട് നമ്മുടെ NMOS പരീക്ഷയുടെ സാറ്റ് പേപ്പർ അത്ര എളുപ്പമാണെന്നില്ല.
USS പരീക്ഷയ്ക്ക് ഞങ്ങൾ കരുതി വെച്ച മോഡൽ ചോദ്യങ്ങൾ കുറച്ച് കടുപ്പമുള്ളതായിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. ചോദ്യം പിടിച്ചോളൂ, പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ തയ്യാറാക്കണം. എല്ലാരും ഓക്കെ അല്ലേ? Okay, sir. Okay, sir. Okay, sir. ശരി, Okay, sir. ചോദ്യം ശരിക്കും എഴുതിക്കോളൂ. മുഹമ്മദ് റഷാൻ ഓക്കെ ഉണ്ടല്ലേ? ഇതല്ലേ കൂടെ ഉണ്ടല്ലേ മുഹമ്മദ് റഷാൻ? ഓക്കെ ആണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പഠിക്കാനൊക്കെ ഉണ്ടാവും? ഇല്ല, കുറച്ചുകൂടി നിൽക്കാം അല്ലേ? AB എന്ന ഒരു ലാംഗ്വേജ് വരച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും യെസ് എന്ന് പറയും. Yes, sir. Yes, sir. ശരി, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചരിച്ചിട്ട് CD എന്ന മറ്റൊരു ലൈനോട് വരച്ചു. ഇതിന് CD എന്ന് പേര് കൊടുത്തു. അതേപോലെ ഈ വശത്തേക്ക് ഇങ്ങനെ ചരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന കൂടെ ഇങ്ങനെ ഒരു വഴി വെച്ചു. അതിന് വേണമെങ്കിൽ എനിക്ക് EF എന്ന് കൊടുക്കാം. കൊടുക്കും. മുഹമ്മദ് റഷാൻ, എന്റെ ചോദ്യത്തിന് ചെറിയൊരു മറുപടി തരണം. ഓക്കെയാണ്? ഓക്കെ. ഞാൻ ഈ CD എന്ന വര ആ ലൈൻ ഇങ്ങനെ താഴോട്ടങ്ങ് നീട്ടാൻ തീരുമാനിച്ചത് വിചാരിക്കാം. വിചാരിച്ചോ? വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ CD എന്ന് നീട്ടി EF നീട്ടിക്കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൂട്ടിമുട്ടല്ലോ? അതെ. ശരി. ആരെയോ ഫോണിന്റെ ചെറിയ പ്രശ്നമുണ്ട്. കോഹോസ്റ്റായ കുട്ടികൾ ഫോണൊന്ന് മ്യൂട്ട് ചെയ്യണേ. ചോദ്യം ഇതാണ്, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഇവിടെ വേറെ കളറുണ്ട്. CD അതേപോലെ EF എന്നീ രണ്ട് വരകൾ താഴോട്ട് നീട്ടി വരച്ചാൽ ഇവിടെ ഒരു ത്രികോണം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ആർക്കും സംശയം ഉണ്ടാവില്ല, അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. എന്റെ ചോദ്യം, ഈ ട്രയാങ്കിളിന്റെ ചുറ്റളവാണ്. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് കാര്യം തരുന്നു, ഇവിടെ 10 സെന്റിമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ അകലം 10 സെന്റിമീറ്റർ ആണ് എന്നർത്ഥം. ഞാൻ ആ ത്രികോണം വായിച്ചു കഴിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ചോദ്യം പറഞ്ഞു പോലെ AB എന്ന പേരുള്ള ഒരു ലൈൻ ഉണ്ട്. CD എന്നുള്ള CD-യും EF-ഉം AB-യിൽ വരുന്ന സ്റ്റാൻഡേർഡ് ലൈൻസ് ആണ്. CD-യും EF-ഉം ബോട്ടമിലോട്ട് താഴ്ന്നു വരുമ്പോൾ ഒരു ത്രികോണം രൂപപ്പെടും. ആ ത്രികോണത്തിന്റെ പെരിമീറ്റർ എത്രയാണ്? ആ ത്രികോണത്തിന്റെ പെരിമീറ്റർ എത്രയാണ്? അതാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കൂട്ടിമുട്ടിയാൽ അതിന്റെ അടുത്ത കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. മുഹമ്മദ് റഷാൻ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലം പറഞ്ഞു കൊടുക്കണം. എത്രയാണ്? 10 സെന്റിമീറ്റർ. ഇനി നിങ്ങൾക്ക് പറയാം എത്രയാണ് ഈ പറഞ്ഞ ചുറ്റം. 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെയാണ്? ഒരു കുട്ടി മുന്നോട്ട് പോയി എങ്ങനെയാണ് 30 കിട്ടി? ഇപ്പൊ അളവൊക്കെ തന്നല്ലോ, എങ്ങനെയാണ് 30 കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? മുഹമ്മദ് റഷീദ് നമുക്കൊന്ന് പറയാം അല്ലേ? നിങ്ങൾ 7ാം ക്ലാസ് പഠിച്ചതാണ്, 7th സ്റ്റാൻഡേർഡ് പഠിച്ചതാണ്. ആർക്കെങ്കിലും ഒന്ന് വിവരിക്കാൻ പറ്റുമോ ഇത് 30 എങ്ങനെയാ കിട്ടുന്നത്? ഇത് 10 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ശരി, അപ്പൊ ഞാൻ പറയാം, ശ്രദ്ധിച്ചു. ഇത് നമുക്ക് 10 ആണെന്ന് നേരത്തെ ചോദ്യം തന്നു കഴിഞ്ഞു. ഇനി മക്കളെ ഉത്തരം പറയണം. ഈ 60ന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും?
30 60 ത്രികോണം ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിളും 60 ആയിരിക്കും. ചോദ്യം, ഇത് ലീനിയർ പെയറാണ്, നിങ്ങൾക്കറിയാം, രേഖീയ ജോഡി. ഇത് 100 ആണെങ്കിൽ ഇവിടുത്തെ എത്രയായിരിക്കും 1 ദശാൻ 60. ഈ 60ന്റെ ഓപ്പോസിറ്റും 60 അല്ലേ? അതെ. അപ്പം ഒരു ത്രികോണത്തിന്റെ മുഴുവൻ കോണുകളുടെയും അളവുകളുടെ തുക എത്രയാണ് 1 ദശാൻ 180. 180 ആണ്. അപ്പം 60 100 കിട്ടിക്കഴിഞ്ഞാൽ ഇത് 60 ആയിരിക്കുമല്ലോ. അതെ. അപ്പൊ ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെയും 3 കോണുകളും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ 3 വശങ്ങളും തുല്യമായിരിക്കുമല്ലോ. അതെ. അപ്പൊ എല്ലാം 60 ആണെങ്കിൽ എല്ലാ വരകളും തുല്യമായിരിക്കും. ഈ വരയുടെ നീളം നേരത്തെ നമുക്ക് തന്നിട്ടില്ലേ 10 എന്ന്? അതെ. അങ്ങനെയാണെങ്കിൽ ഈ വരയും 10 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ലൈന് 10 അല്ലേ? 3 10 ചേർന്നാൽ എത്രയാണ്? 30. മനസ്സിലായവർക്ക് യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. ഇനി നമുക്കൊന്ന് 6ാം ക്ലാസ്സിലേക്ക് മെല്ലെ പോയിട്ട് പോയാൽ 6th സ്റ്റാൻഡേർഡിലേക്ക് മെല്ലെ ഒന്ന് പോയിട്ട് വരാം. എല്ലാവരും എന്റെ കൂടെ 6th സ്റ്റാൻഡേർഡിലേക്ക് വന്നു. ഇതാ വരുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഒരു ചോദ്യം. ഇതിന് ഓപ്ഷൻ തരൂല. ഓപ്ഷൻ തന്നാൽ ശരിക്കും ഇത്രയും കാണുന്നുണ്ട്, പെട്ടെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുന്നത്. ഞാൻ പറഞ്ഞത് ടൈപ്പ് ചെയ്താൽ മതി. ചോദ്യം വിളിച്ചു. Sum of 4 prime number is 2015. Which is the smallest prime number? ഇത് സൗണ്ട് തന്നെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. SUM. ഓക്കെ, ആ ചോദ്യം വായിച്ചു. Sum of 4 prime number is 2015. Which is the smallest prime number? ആൻസർ ടൈപ്പ് ചെയ്യാം. 4 മലയാളം ഇതാണ്. 4 അഭാജ്യ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 4 പ്രൈം നമ്പറിന്റെ മലയാളമാണ് അഭാജ്യ സംഖ്യ. 4 അഭാജ്യ സംഖ്യകൾ കൂട്ടിയാൽ തമ്മിൽ കൂട്ടിയാൽ അഭാജ്യ സംഖ്യ സമത തുക. അപ്പൊ 4 അഭാജ്യ സംഖ്യയുടെ തുക 2015 ആണെങ്കിൽ ആ അഭാജ്യ സംഖ്യയിൽ ചെറുത് ഏതാണ് എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ആരെങ്കിലും ടൈപ്പ് ചെയ്യുമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാൻ, ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കാം. മാനന്തവാടി HS. മാനന്തവാടി HSലെ ഒരു കുട്ടി മുന്നോട്ട് വരും, പേര് പറയും. മാനന്തവാടി HSലെ കുട്ടികളിൽ ഇല്ലേ? മലയാളം ക്വസ്റ്റ്യൻ പറയാം സർ. മലയാളം ക്വസ്റ്റ്യൻ ഒന്നും പറയാം. 4 അഭാജ്യ സംഖ്യകളുടെ തുക 2015 ആണെങ്കിൽ അതിൽ ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? മലയാളം ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മാനന്തവാടി HSലെ കുട്ടികളിലുണ്ടെങ്കിൽ പറയാം. മുഹമ്മദ് ഖാസിം. മുഹമ്മദ് ഖാസിമിന് ഉത്തരം അറിയാമോ? സാറേ ഇല്ല. 2. ആരാണ് 2 പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? 2 പറഞ്ഞ കുട്ടിയുടെ പേരില്ലേ? മാനസ് ഗ്രൂപ്പ് അല്ലേ? മാനസ് ഏത് സ്കൂളാ? മാനസ് പറയൂ വളരെ. ഏത് സ്കൂളാ? മടപ്പള്ളി. ഈ മാനസിന് 2 കിട്ടാനുള്ള കാരണം എന്താ? 2 ശരിയാണ്. കാരണം മക്കൾ ശ്രദ്ധിച്ചോളൂ,
അഭാജ്യ സംഖ്യകളുടെ അല്ലെങ്കിൽ പ്രൈം നമ്പറിന്റെ കൂട്ടത്തിലുള്ള ആകെ ഒരു ഇരട്ട സംഖ്യ 2 ആണ്. ഇനി നിങ്ങൾ The sum of 4 odd numbers is always an even number. അതും അറിയാം. അതാണ് ഇതാണ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടെ. കംപ്ലീറ്റ് ചെയ്തരാം. മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ നിങ്ങൾ എപ്പോഴെങ്കിലും 3 ഓഡ് നമ്പേഴ്സ് ഒന്നിച്ച് കൂട്ടി നോക്കിയിട്ടുണ്ടോ? 3 ഓഡ് നമ്പേഴ്സ് പ്രൈം നമ്പറിൽ എടുക്കാം. 2 വെച്ചിട്ട് ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ 3 എടുത്തു, വെറുതെ 3 എടുത്തു. പിന്നെ അടുത്ത 5 എടുത്തു, അടുത്ത 7 എടുത്തു. മനസ്സിലെ 2 നിങ്ങൾ പരിഗണിക്കണ്ട. 3 + 5 + 7 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 7 × 12 = 15 ഈ 15 ഒരു ഓഡ് നമ്പറാണ്. അപ്പൊ 3 ഓഡ് നമ്പർ ഒന്നിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഓഡ് നമ്പർ കിട്ടും. ഇനി മറ്റൊരു കാര്യം കൂടി, ഒരു ഓഡ് നമ്പറിന്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈവൻ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല. 2 കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോ 2 കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഓഡ് നമ്പറിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് ബിയും സിയും ഡിയും 3 ഓഡ് നമ്പർ ആവുന്ന കാര്യം ഉറപ്പാണ്. അതിന്റെ കൂടെ വീണ്ടും 2 കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ 2015 കിട്ടും. ബിക്കോസ് 2015 is an odd number. ഞാനത് പറഞ്ഞത് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. മുഹമ്മദ് ഇർഷാൻ പോയോ? സാറ് പോയിട്ടില്ല. ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം പറഞ്ഞ കാര്യം. ഓക്കെ, ഇവിടെ നമുക്ക് 4 പ്രൈം നമ്പേഴ്സിന്റെ തുക ആയിട്ട് കിട്ടുന്നത് 2015 ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ പ്രൈം നമ്പർ ഏതാണെന്നാണ്. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2015 എന്നത് ഒരു ഓഡ് നമ്പർ ആണ്. നിങ്ങളിപ്പോ ജസ്റ്റ് ഒരു 4 ഓഡ് നമ്പേഴ്സ്, ഡിഫറെന്റ് ഓഡ് നമ്പേഴ്സ് എടുത്ത് കൂട്ടി നോക്കിയാൽ എന്തായാലും ഈവൻ നമ്പർ കിട്ടത്തുള്ളൂ. ഇപ്പം ഒരു ഓഡ് നമ്പറും 3 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് എന്താണ്? അത് പറയും. 3 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ 3 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഓഡ് നമ്പർ ആണ്. പക്ഷെ 4 ഓഡ് നമ്പേഴ്സ് നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2015 എന്നത് ഒരു ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. അപ്പം ഈ 4 ഓഡ് നമ്പേഴ്സിന്റെ ഇടയിൽ ഒരു ഈവൻ നമ്പേഴ്സ് വന്നിട്ടുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാവണം. ഏതെങ്കിലും ഒരു ഈവൻ നമ്പേഴ്സ് ഇതിൽ വന്നിട്ടുണ്ടാവണം. അപ്പം പ്രൈം നമ്പേഴ്സിൽ എലോൺ ആയിട്ട് ഈവൻ നമ്പർ ആയിട്ട് വരുന്നത് 2 ആണ്. അപ്പൊ ആൻസർ 2 ആയിട്ട് വരും. 2 is the least prime number. 2 is the least even number. 2 is the only prime number even number. 2 ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആണ്, അഭാജ്യ സംഖ്യയാണ്. 2നെ പറ്റിയുള്ള കാര്യം പഠിച്ചു വെച്ചോളെ, പരീക്ഷയ്ക്ക് എന്തായാലും വരും 2 ആയിട്ട് ബന്ധപ്പെട്ടു. ബിക്കോസ് 2 is the only prime number even number. ഈ ഈവൻ നമ്പറിന്റെ കൂട്ടത്തിൽ ആകെയുള്ള ഒരു ഇരട്ട സംഖ്യ ആരാണ്? മുഹമ്മദ് ഇർഷാൻ ആരാണ്? 2 ആണ്. അപ്പൊ 2 അതായത് കണക്ട് ചെയ്തുകൊണ്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ പ്രൈമറി ക്ലാസ് പഠിക്കേണ്ടിയിരുന്ന ഒരു കാര്യം, തുടർച്ചയായ 2 നമ്പേഴ്സ് കൂട്ടി വെക്കും നിങ്ങൾ. 1ന്റെ കൂടെ 2 ആഡ് ചെയ്യും, ദാറ്റ് ഈസ് 3. 2ന്റെ കൂടെ 3 ആഡ് ചെയ്യും, ദാറ്റ് ഈസ് 5. 10ന്റെ കൂടെ 11 ആഡ് ചെയ്യും, ദാറ്റ് ഈസ് 21. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുക. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? 2 തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? പറയും. അഭാജ്യ സംഖ്യകളായിരിക്കും. Odd number. ഓഡ് നമ്പർ. അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ. 21 എന്ന സംഖ്യ ഒന്നും അഭാജ്യ സംഖ്യയല്ല. 2 തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? മുഹമ്മദ് ഇർഷാൻ. സാർ എന്താണ്? 2 തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എന്തായിരിക്കും? ഓഡ് നമ്പർ. ഓഡ് നമ്പർ. അപ്പൊ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ തുക എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും.
നിങ്ങൾ അഭാജ്യ സംഖ്യ എന്നല്ല പറയുന്നത്, ഓഡ് നമ്പർ ആയിരുന്നു. കാരണം ഇപ്പൊ കണ്ടില്ലേ 10ന്റെ കൂടെ 11 കൂട്ടിയപ്പോൾ 21 കിട്ടി. 21 എങ്ങനെയാണ് അഭാജ്യ സംഖ്യയുടെ കൊടുക്കപ്പെടുന്നത്? 21 അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ അല്ല. 7നെ 3 കുറച്ച് 21 കിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കി വെക്കണം, തുടർച്ചയായ 2 എണ്ണ സംഖ്യയുടെ തുക എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും എന്ന സത്യം. ഞാൻ ഒരു ചോദ്യം ഇപ്പൊ തരാം. ആ ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയിലാണ്. സാറ്റ് പരീക്ഷയ്ക്ക് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം ഞാനിവിടെ വിവരിക്കും. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്വന്തം ഉത്തരം ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ പ്രൈം നമ്പർ പഠിച്ചു വെക്കണം. 3 കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ NMOC കിട്ടണം, NMOCക്ക് നല്ല മാർക്ക് വാങ്ങണം. നിങ്ങൾക്ക് ആ ജില്ലയിലെ NMOC സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളിലെ ഇടം പിടിക്കണമെങ്കിൽ രക്ഷിതാക്കളെ കൂടി ശ്രദ്ധിക്കുക. കുട്ടികളെ അത് നിങ്ങൾ പഠിച്ചിക്കോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്താണെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ കാണാതെ പഠിക്കണം, അത് നിർബന്ധമാണ്. ഒന്ന്, പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ്, ആ പ്രൈം നമ്പേഴ്സ് അധികം ഒന്നും പഠിക്കണം ഞാൻ പറയുന്നില്ല. ആദ്യത്തെ 25 എണ്ണം നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെയും ശ്രദ്ധയ്ക്ക്. 2-3 ക്ലാസ് കഴിഞ്ഞാൽ ഓരോ കുട്ടികളെയും വിളിച്ചാൽ ചോദിക്കും 25 പ്രൈം നമ്പർ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ പഠിക്കാത്ത കുട്ടികളെ ഈ ഗ്രൂപ്പ് നേരെ റിമൂവ് ചെയ്ത് കഴിയും. കാരണം നമ്മളെ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും NMOC വാങ്ങിച്ചു കൊടുക്കുക ആണ് നമ്മളെ ജോലി. അതിന് പറയുന്ന കാര്യം കൃത്യമായി ചെയ്യുക. ആദ്യത്തെ 25 പ്രൈം നമ്പേഴ്സ് കാണാതെ പഠിക്കുക. ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ അറിയാൻ വേണ്ടി ഇപ്പൊ പറയാം. അറിയില്ല. 7ാം ക്ലാസ്സിൽ പഠിച്ചു വരുന്ന USSC സംഖ്യയല്ലേ? ഈ ആദ്യത്തെ 25 അഭാജ്യ സംഖ്യകൾ, the first 25 prime numbers അറിയാവുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് മതിയായി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആദ്യത്തെ 25 പ്രൈം നമ്പേഴ്സ്? വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞോളൂ, ഞാൻ സഹായിക്കാം. 25 പ്രൈം നമ്പേഴ്സ് കാണാതെ പറയാൻ പറ്റുന്ന പറയാം. പേര് പറഞ്ഞാൽ മുന്നോട്ട് വരും. അപ്പോ ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു USS കണക്കിന്റെ പരീക്ഷ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. കാരണം പ്രൈം നമ്പറായിട്ട് ചുറ്റിപ്പറ്റിക്കൊണ്ട് 4 ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ USS കണക്കാക്ക് എളുപ്പമാവില്ലേ? ആർക്കെങ്കിലും പ്രൈം നമ്പേഴ്സ് കാണാതെ അറിയാൻ പറ്റുമെങ്കിൽ ഒന്ന് പേര് പറയും. ആരാധ്യ ഒന്ന് തുടക്കം പറഞ്ഞു. തുടക്കം പറഞ്ഞതാ അറിയാം. Two, 3, 5, 7, 11, 13, 17, 19, 23, 29, 31. ഇങ്ങോട്ട് താഴെ നോക്കില്ല, ഇങ്ങോട്ട് പറ. 23, 29. 31, 7, 41, 43, 43, 47, 50. 51 is not a prime number. 51 പറഞ്ഞിട്ടില്ല, 53 അതുകൊണ്ടാണ് മൈക്ക് അടുത്ത് പിടിക്കുക. 53, 9, 61, 7, 73, 79, 83, 89, 97, 100.
is the largest two-digit prime number? എല്ലാവരും കുട്ടികൾ ശ്രദ്ധിക്കുക. മൈക്ക് മൈക്ക് പ്രശ്നമുണ്ട്. ഒന്ന് നോക്കിയേ. 2 is the least prime number. 2, 3, 5, 7 അങ്ങനെ 97 വരെ നിങ്ങൾക്ക് 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. കാണാതെ പഠിക്കണം. കാരണം പ്രൈം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് സാറ്റിൽ വരും. 3 മാർക്കിന്റെ ചോദ്യം വരും. USS പോലെ കണക്കാക്കരുത്. NMMSയുടെ 20 മാർക്കിന്റെ ചോദ്യത്തിൽ ഈ പ്രൈം നമ്പറായിട്ട് കണക്ട് ചെയ്തും സ്ക്വയർ നമ്പറായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാ മക്കളുടെയും ശ്രദ്ധയ്ക്ക് എന്ന് പഠിക്കും നിങ്ങൾ. അടുത്ത 2 ക്ലാസിന്റെ ഉള്ളിൽ ഈ 25 പ്രൈം നമ്പറും കാണാതെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും രക്ഷിതാക്കൾ ഉറക്കെ കേൾക്കട്ടെ. അടുത്ത ക്ലാസ്സില് 3 ക്ലാസ്സിനുള്ളിൽ ഞങ്ങൾ 25 പ്രൈം നമ്പർ പഠിക്കുമെന്ന് പറയുന്നവർ എല്ലാവരും യെസ് എന്ന് ഉറക്കെ പറയും. അടുത്ത 2 ക്ലാസ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 3 ക്ലാസ്സിന്റെ പ്രൈം നമ്പർ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് നല്ല ഔട്ട് ആയിക്കോട്ടെ നിങ്ങൾ അതിനും യെസ് എന്ന് പറയും. അത് പഠിച്ചതിന് ശേഷം സ്ക്വയർ നമ്പേഴ്സിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം പഠിച്ചാൽ 1 to 30 സ്ക്വയർ നമ്പർ പഠിക്കണം. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എങ്കിൽ വേഗം കഴിയും കാര്യങ്ങൾ. ഞാൻ ഇന്ന് ഒരു ഹോംവർക്ക് തരികയാണ്. ആ ഹോംവർക്ക് ചോദ്യം തന്നാലും ഒരു ചോദ്യം തരും. ആ ചോദ്യം ശ്രദ്ധിച്ചോളാം. സ്ഥിരം നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. സാറ്റിലാണ് ചോദ്യം വരാതെ ശ്രദ്ധിക്കുന്നത്. A 2-digit number divided by another 2-digit number gives 5375. What is the sum? പോയോ? ഇല്ല സാർ, പോയില്ല. നമ്മുടെ 5375 പകരം ഞാൻ 5.375 ആണ് ഉദ്ദേശിച്ചത്. മക്കൾ അങ്ങനെ തന്നെ എഴുതണേ. 5.375. ചോദ്യം വായിച്ചു. 2-digit number divided by another 2-digit number gives 5.375. What is the sum? ആ 2-digit നമ്പേഴ്സിന്റെ സമ്മാണ് ചോദിച്ചത്. മലയാളം ഇതാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. മലയാളം മീഡിയം കുട്ടികൾ മലയാളത്തിലാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ. എല്ലാം കൂടി ഇതിൽ എഴുതാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഒരു 2 അക്ക സംഖ്യയെ വേറൊരു 2 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 5.375 കിട്ടി എങ്കിൽ ആ 2 അക്ക സംഖ്യയുടെ തുക എന്താണ്? ഒരിക്കൽ കൂടി പറയാം. ഒരു 2 അക്ക സംഖ്യയെ വേറൊരു 2 അക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഹരിച്ചപ്പോൾ കിട്ടിയ ഫലം 5.375 ആണ്. എങ്കിൽ ആ 2 അക്ക സംഖ്യയുടെ തുക എന്താണ്? ആൻസർ കണ്ടുപിടിക്കാം. സമയം തരാം. കിട്ടിയ കുട്ടികൾ അവരുടെ പേര് പറയാം. മലയാളം ഇംഗ്ലീഷ് മലയാളം പറയോ? മലയാളമാണ് വേണ്ടത്, ഇംഗ്ലീഷാണ് വേണ്ടത്? മലയാളം. മലയാളം ശ്രദ്ധിച്ചോളൂ. ഒരു 2 അക്ക സംഖ്യയെ വേറൊരു 2 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ഫലമാണ് ഇവിടെ കൊടുത്തത്. 5.375. ആ 2 അക്ക സംഖ്യകൾ ഏതൊക്കെയാണ് അത് കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് കൂട്ടിയാൽ മതി. ആൻസർ കിട്ടിയ കുട്ടിയുടെ പേര് പറയും. ആരാധ്യ. ആരാധ്യ. വേറെ കുട്ടി വരട്ടെ. വേറൊരു കുട്ടി വരട്ടെ.
പൈക്കോണാണ്. 51. ഇത്രയെങ്കിലും ആയിട്ട് ഒരു കുട്ടി മുന്നോട്ട് പോവാം, പേര് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ശരി, ഈ ചോദ്യം മക്കൾ ശ്രദ്ധിക്കുക. ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ചോദ്യം ഞാൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ വേറൊരു ചോദ്യം ഇതേപോലെ ഞാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ? Yes. Yes, sir. എന്നാ ശരി 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 ശ്രദ്ധിച്ചു. ഞാൻ ഈ ചോദ്യം എങ്ങനെ ചെയ്തു നോക്കും. ഈ 5.375 എന്ന് പറഞ്ഞാൽ 5375 ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 3 സ്ഥാനം ഉണ്ടെങ്കിൽ 1000 അപ്പൊ ഈ ഡെസിമലിനെ ഞാൻ ഫ്രാക്ഷനിലേക്ക് മാറ്റിയപ്പോൾ 5375 ബൈ 1000 എന്ന് ഞാൻ കാണിച്ചു. അതാണല്ലോ ഇത്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഫ്രാക്ഷനിലുള്ള ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ചേർവും അത് നിങ്ങൾക്ക് ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ അതിന്റെ വിലക്ക് ഒരു മാറ്റവും വരില്ല. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ 5375 എത്ര അഞ്ചുകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യാൻ ശ്രമിക്കാം. 5375 നമുക്കൊന്ന് ഘടകക്രിയ ചെയ്യാം. അതാണല്ലോ അതിന്റെ മലയാളം. ഞാൻ ചെയ്തു നോക്കിക്കോളൂ. 5375 ഇവിടെ എഴുതിയിട്ട് 5 അവസാനിക്കുന്ന സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 5 എന്ന പ്രൈം നമ്പർ കൊണ്ട് തന്നെ ചുരുക്കാം. ഘടകക്രിയ ചെയ്യാന്നത് പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യലാണ്. 5375 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1075 കിട്ടും. വീട്ടിൽ നിന്ന് സൗകര്യം ചെയ്ത് നോക്കിയാണ്. 1075 വീണ്ടും നിങ്ങൾക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 215 കിട്ടും. ഇനി പറയൂ, 215 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ആരാധില്ലേ അറിയാതെ എന്നിട്ട് ഉണ്ടാക്കുക. അവിടെ ടൈപ്പ് ചെയ്യുന്ന കുട്ടികള് 215 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 43. ഈ 43 മക്കളെ, ഈ 43 നേരത്തെ ആ കുട്ടി പറഞ്ഞതുപോലെ അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് 2 വര വരച്ചിട്ട് അഭാജ്യ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ചേക്കും. പിന്നെ അങ്ങോട്ട് പോകണ്ട. അപ്പൊ നമുക്ക് ഈ 5375 കിട്ടിയത് എങ്ങനെയൊക്കെ നോക്കാം. 5 × 5 × 5 × 43 ആണല്ലോ ഈ 5375 എന്ന് പറഞ്ഞ സംഖ്യ. അതിൽ തർക്കം ഉണ്ടാവില്ല. ഇനി ഡിവൈഡഡ് ബൈ ഈ 1000-നെയും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം മക്കളെ. 1000 നമുക്കൊന്ന് അങ്ങനെ ചെയ്ത് നോക്കാം, ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഒന്ന് കോഹോസ്റ്റ് എന്നെ സഹായിക്കുമോ? 2 കൊണ്ടോ ആയിക്കോട്ടെ, 2 കൊണ്ട് കഴിച്ചു. എത്ര കിട്ടി? 500. 500. ഈ 500 വീണ്ടും നമ്മൾ 2 കൊണ്ട് ഹരിച്ചൂടെ? എത്ര കിട്ടും? 250. 250 പകുതി കിട്ടും. ശരിയാണ്. 250 വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 125. 125. ഇനി അടുത്ത ഏത് സംഖ്യ കൊണ്ടായിരിക്കാൻ പറ്റുക? 5. 5 കൊണ്ട് അഭാജ്യ സംഖ്യ കൊണ്ട്. അത് എത്ര കിട്ടും? 25. ഈ 25 വീണ്ടും നമുക്ക് 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5. 5. എന്താ ഒരു അഭാജ്യ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കും. അപ്പോൾ അവിടെ 1000 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത പോലെ 2 ഉണ്ടതില്ലേ? 5 × അവസാനം ഈ അടിയിലുള്ള 5 വരെ എഴുതണം. ഇല്ലേ? ശരിയല്ലേ? അതെ. അപ്പൊ 5 ഇത് ചെയ്താൽ നമുക്ക് 1000 കിട്ടും. ശരി. ഇനി അടുത്ത പ്രശ്നം ഇല്ല. ഇവിടെ ഒരു 5 ഉണ്ട്, താഴെയും ഒരു 5 ഉണ്ട്. 5 ഉം 5 ഉം ഡിവൈഡ് ചെയ്തു പോയി. ഇവിടെയുണ്ട് ഒരു 5, ഇവിടെയുണ്ട് 5 പോട്ടെ.
ഇവിടെയുണ്ട് 5, ഇവിടെയുണ്ട് 5 പോട്ടെ. ഇപ്പൊ ആരൊക്കെയാ ബാക്കിയുള്ളത് മേലെ? 43 43 മാത്രം മേലെ ബാക്കി വെച്ചു. ബൈ താഴെയോ 8. 2 × 8. നിങ്ങൾക്ക് കാര്യം അറിയോ? ഈ 5375 1000 നമ്മളിങ്ങനെ കൊടുക്കിയെടുത്തിട്ടാണ് 43/8 കിട്ടുന്നത്. ഈ 43/8 നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അപ്പോഴും കിട്ടും നിങ്ങൾക്ക് 5.375. കണ്ടോ? കാരണം ഇതിന്റെ റെസൾട്ട് ആണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ 43/8. പക്ഷെ നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നു ഓമർഷൻ 2 ഡിജിറ്റ് നമ്പർ. 2 ഡിജിറ്റ് നമ്പറാണ്. പക്ഷെ 43 മാത്രമേ 2 ഡിജിറ്റ് നമ്പർ ഉള്ളൂ. 8 2 ഡിജിറ്റ് അല്ല. എന്ത് ചെയ്യണം ഞാൻ? സാറേ 8നെയും 43നെയും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയ ദേവസംഖ്യ കുടിക്കണം. 2 കൊണ്ട് കുടിക്കണം. അപ്പൊ 8 16 ആവും. പക്ഷെ 43 അന്നേരം വെറുതെ ഇരിക്കുന്നു 3% തോന്നുന്നുണ്ടോ? ഇല്ല. അവനെയും കുടിക്കണം. എത്ര കൊണ്ട് തന്നെ? 86. 2 കൊണ്ട് കുടിക്കണം. അപ്പൊ 86 കിട്ടും. ആ 2 ഡിജിറ്റ് നമ്പേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. ചോദ്യം എന്തായാലും അതെ, നമ്മുടെ ചോദ്യം എന്താ? 86 കണ്ടുപിടിക്കലാണോ നമ്മുടെ ജോലി? അല്ല, അതിന്റെ സമ്മ. അതിന്റെ സമ്മ. ഇതിന്റെ സമ്മ എത്രയാ? 102. 102 ആൻസർ. ഇത് പല കുട്ടികൾക്കും തിരിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മക്കളെ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഇല്ല എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇപ്പൊ പങ്കെടുത്ത ആരാധ്യയും അതുപോലെ 3 വർഷം അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വീഡിയോ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വിവരിച്ചു കൊടുക്കാൻ പറ്റിയെങ്കിൽ ഇപ്പൊ പറയാം. ആരെങ്കിലും 67 കുട്ടികളിൽ ഉണ്ട്. ആ 67 കുട്ടികൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കും വിവേകത്തിന്റെ ആൻസർ ഇപ്പൊ പറഞ്ഞത് എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടി? ഓക്കെ സാർ. ഇവിടെ നമുക്ക് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 5.375 ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഡെസിമല് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ 5375നെ അവിടെ ഡെസിമലിന്റെ ശേഷം 3 നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പം 3 പൂജ്യമുള്ള 1000 കൊണ്ടാണ് നമ്മൾ ഈ സംഖ്യയെ ഡിവൈഡ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് 5375നെ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുന്നത് ഒരു പ്രൈം നമ്പർ കൊണ്ടായിരിക്കണം. അപ്പം നമുക്കിവിടെ 5ൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ. അപ്പം 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 1075 കിട്ടും. 1075നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 215 കിട്ടും. 215നെ 5 കൊണ്ട് ചെയ്താൽ 43 കിട്ടും. 43 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വെച്ച് നമ്മുടെ ഫാക്ടറൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നിർത്താം. അപ്പം 48 നമുക്കൊരു ഭാഗത്ത് കിട്ടി. ഇനി നമ്മൾ 5375 ഡിവൈഡഡ് ബൈ 1000 ആയിരുന്നു ചെയ്തത്. ഇപ്പം മേലെയുള്ള ന്യൂമറേറ്റർ ആയിട്ടുള്ള 5375നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. നമുക്ക് 43 എന്നുള്ള ഒരു സംഖ്യ കിട്ടി. 43 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ് നമുക്ക് കിട്ടിയ 5375. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 1000നെയും ഫാക്ടറൈസ് ചെയ്യണം. 1000നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്രൈം നമ്പർ 2 ആണ്. അപ്പൊ നമുക്ക് 500 കിട്ടും. 500നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 250യും 250യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125ഉം 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25ഉം 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5ഉം കിട്ടും. അതവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പം 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്നാണ് നമുക്ക് 1000നെ ഫാക്ടറൈസ് ചെയ്ത് പറയാൻ കഴിയുക. അതായത് 5�3 ഇൻറ്റു 2�3. ഇവിടെ നമുക്ക് 5375 ബൈ 1000 എന്നുള്ളത് 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 43 ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു, അതായത് 5�3 ഇൻറ്റു 43 ബൈ 2�3 ഇൻറ്റു 5�3 എന്ന് കിട്ടും. ഇവിടെ
നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 1000 3 5 വരുന്നുണ്ട്. ന്യൂമറേറ്റർ ആയിട്ടുള്ള 5375 3 5 വരുന്നുണ്ട്. ഈ 5 എല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്തു പോകുന്നതാണ്. പിന്നെ മേലെ അവശേഷിക്കുന്നത് 43 മാത്രമാണ് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ വരുന്നത് 2 ആണ്. 2 into 2 into 2 8 ആണെന്ന് നമുക്കറിയാം. അപ്പം 43/8 എന്നുള്ള ഒരു ഫ്രാക്ഷൻ നമുക്ക് കിട്ടും. 43/8 ചെയ്ത് നോക്കുമ്പോൾ 5/375 ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 2 ഡിജിറ്റ് നമ്പർ ആണ്. 2 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 5.375 എന്നുള്ള നമ്പർ നമുക്ക് കിട്ടിയത്. അപ്പം 43യെയും 8നെയും ഏറ്റവും ചെറിയ ബേസ് ആയിട്ടുള്ള നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പം 43 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 86ഉം 18നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 16 കിട്ടും. 86ഉം 16ഉം 86നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.375 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്ത നമ്പേഴ്സിന്റെ സമ്മാണ്. അപ്പം 86 + 16 ആണ് വരുന്നത്. അതിന് ആൻസർ ആയിട്ട് വരുന്നത് 102 ആണ്. 102 ആണ്. കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. A 2-digit number divided by another 2-digit number gives 625. What do we get if a 2-digit number divided by another 2-digit number gives 6.25 ആണ്. നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെ. 6.25 ആണ് കിട്ടുന്നത്. ആ 2 ഡിജിറ്റ് നമ്പർ രണ്ടും എടുത്തിട്ട് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചാൽ, കിട്ടിയ 2 ഡിജിറ്റ് നമ്പർ രണ്ടും എടുത്തിട്ട് ഗുണിച്ചാൽ, മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? ഓപ്ഷൻസ് ആർ 100, 400, 900 and 1600. ശ്രദ്ധിക്കുക, മലയാളം ഇതാണ്. ഒരു രണ്ടക്ക സംഖ്യയെ വേറെ രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഹരിച്ചപ്പോൾ 6.25 കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടും? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ചൊക്കെ ഞാൻ തലേ ദിവസമൊക്കെ ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുക്കുക. ചില സമയത്തൊക്കെ നല്ല മഴയൊക്കെ നമുക്ക് ചിലപ്പോൾ നെറ്റൊക്കെ കിട്ടിയ ക്ലാസ് ഒക്കെ ഓഫാക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഏതായാലും ഓൺലൈനിൽ കൂടെ പരമാവധി ക്ലാസ്സുകൾ നമ്മൾ എടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും ഇതായിട്ട് പറയാനുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. സ്കൂളിന്റെ പേര് പറഞ്ഞാൽ മതി, കുട്ടിയുടെ പേര് പറഞ്ഞാൽ മതി, ഫോൺ കൊടുത്തു. ഇല്ല, പറയൂ സാർ. മോർണിംഗ് ക്ലാസ് രാവിലെ 5 മണി പറഞ്ഞിരുന്നല്ലേ? 5:30 അതൊരു ജൂലൈ മുതൽ 6 മണിയാക്കാൻ പറ്റുമോ? 6 മണിക്ക് പല കുട്ടികൾക്കും മദ്രസ. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ. സംസാരിക്കുന്നത് എവിടെയാ സ്ഥലം? മാനന്തവാടി GVHS. എന്തായാലും കുട്ടിയുടെ പേര് ആഞ്ചിസ് മരിയ. ഇന്നത്തെ ക്ലാസ്സില് പുള്ളി ഇരുന്നിരുന്നോ നിങ്ങള്? ഉണ്ട്. ഇത്ര നേരം അറ്റൻഡ് ചെയ്തിരുന്നു. കുട്ടിയെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ചോദ്യം കുറച്ച് കടുപ്പം കൂടിപ്പോയോ? കുറച്ച് കടുപ്പം കൂടിപ്പോയോ തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പരമാവധി കടുപ്പത്തിലായാലാണല്ലോ സാറേ സിംഗിൾ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ താങ്ക് യു. കുട്ടികളല്ല, രക്ഷിതാക്കൾ പറയട്ടെ മക്കളെ. അടുത്ത രക്ഷിതാക്കൾക്ക് അടുത്തെങ്കിലും പറയാം. മാനന്തവാടിയിൽ നിന്ന് രക്ഷിതാവ് വന്നു. ഇനി വേറെ എവിടെയെങ്കിലും രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പറയാം. ക്ലാസ് കുഴപ്പമില്ല സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ട് കുഴപ്പമില്ല, നല്ല ക്ലാസ് ആയിരുന്നു. ഏത് സ്കൂൾ കുട്ടിയാണ്? GHSS പനമരം മിൻഹ ഫാത്തിമ.
മിൻഹാബാദ് പനമര. ഓ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ കുറച്ച് സമയമുണ്ട് അവിടെ. ലുബി ഹാജില ലൂബി എന്ന് പറഞ്ഞ കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ഇവിടെ. രണ്ടുപേരുണ്ട്. ഒരു ഹാജില ലൂബി ഉണ്ടായിരുന്നു. രണ്ടാളും ഒന്നിച്ച ക്ലാസ് കേട്ടിരുന്നേ. അപ്പൊ മക്കളെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.